ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനെ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. ഈ ഒരു പ്ലാന്റ്, അപ്പോൾ ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രൻ ചോക്കോ എംപ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ് ഈ കാണുന്ന പ്ലാന്റ്. ഈ ചോക്കോ എംപ്രസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തളിരിലയ്ക്ക് ഒരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെയാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, നല്ല ചോക്ലേറ്റ്, അടിപൊളി ചോക്ലേറ്റിൻ്റെ കളറാണ് ഈ ഒരു ലീഫിന്. ഇതങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഡാർക്ക് ഗ്രീൻ കളറാക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതും ഒരു എക്സോട്ടിക് പ്ലാന്റാണ്. അപ്പോൾ ഈ എക്സോട്ടിക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഞാനിത് വാങ്ങിയത് ഒരു വലിയ നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിയത് ഞാൻ ഒരു ചെറിയൊരു ഹോം ഗാർഡനിൽ നിന്നാണ്. അപ്പോൾ ഞാനിത് മുൻപ് ഇതിൻ്റെ വേറൊരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതിലുള്ള ഒരു പ്ലാന്റ്. അപ്പോൾ അത് വലിയൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് മഞ്ഞ ബാധിച്ച് അത് ചീഞ്ഞുപോയി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം പിന്നീട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നത് വാങ്ങുമ്പോൾ ഞാൻ അതിന് അന്നുണ്ടായിരുന്ന എല്ലാ പോട്ടിംഗ് മിക്സും ഞാൻ പൈപ്പ് ടാപ്പ് തുറന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം അതിനുള്ള എല്ലാ പോട്ടിംഗ് മിക്സും കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി അതിൽ വെച്ച് വളർത്തിയെടുത്തൊരു പ്ലാന്റാണ് ഇപ്പം ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. നമ്മൾ ഈ വലിയ നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റുകൾ വാങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. അവർ യാതൊരു കെയറിങ്ങും കൂടാതെയാണ് ഞാൻ 2-3 പ്രാവശ്യം പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഒരു കെയർ ചെയ്യാത്ത രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് എനിക്ക് അയച്ചിട്ടുള്ളത്. ഇലകളെല്ലാം ഒടിഞ്ഞ് അതുപോലെ വല്ലാതെ ഒരു അവസ്ഥയിലാണ് എനിക്ക് പ്ലാന്റൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ എക്സോട്ടിക് പ്ലാന്റുകളൊക്കെ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നത്, അത് ഞാൻ നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് എൻ്റേതായിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിൽ നട്ടത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ പ്ലാന്റൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു ഫയർ പ്ലാന്റ് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. അത് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. കുറച്ചുകൂടി ലീഫൊക്കെ കുറച്ചുകൂടി വലിപ്പം വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോട്ടിൽ നിന്ന് മാറ്റി നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഫയർ പ്ലാന്റ് എന്ന പേര് വരാനുള്ള കാരണം ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഈ ചുവട് ഭാഗത്ത് നല്ല ഒരു ഓറഞ്ചും റെഡും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു തീയുടെ ഒരു കളറാണ്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൽ കാണുന്നതിനേക്കാളും കുറേ കൂടെ ഈ പ്ലാന്റ് മെച്ചോർഡായിട്ട് വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ്, നല്ല തീയുടെ കളറാണ്. അതുകൊണ്ടായിരിക്കും ഇതിന് ഫയർ പ്ലാന്റ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഇത് നല്ല ഒരു അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വലിയ നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടി വാങ്ങരുതെന്നല്ല, അതിനേക്കാളും നമുക്ക് ചെറിയ ഹോം ഗാർഡനിൽ നിന്ന് ചെടി വാങ്ങുമ്പോൾ വലിയ വിലയും ആകില്ല, കുറേ കൂടെ മെച്ചപ്പെട്ട പ്ലാന്റും നമുക്ക് കിട്ടുന്നതാണ്. ഒരു ലീഫ് 2 ലീഫൊക്കെ വരുന്ന ഒരു പ്ലാന്റിനാണ് നമ്മൾ 200 രൂപയൊക്കെ. ഇപ്പോൾ ഈ ചോക്കോ എംപ്രസ്സൊക്കെ ഞാൻ വലിയ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ 200 രൂപയായിരുന്നു. ഞാനൊരു ഹോം ഗാർഡനിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് 100 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പ്ലാന്റുകൾ വാങ്ങുമ്പോൾ കാണും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ കയ്യിലുള്ള പൈസ ഒരുപാട് ചിലവാകാതെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.